നമസ്കാരം. ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്ത് ഇതിനെക്കുറിച്ച് നിർത്തുകയാണ്. അതായത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം. കുറേ പേര് എന്നോട് വന്ന കമൻറ്റിൽ ചോദിക്കുന്നത് എനിക്ക് എല്ലാത്തിനും കമൻറ്റ് ഇടാനായിട്ട് എൻ്റെ സമയം ഒരുപാട് അങ്ങ് പോകും. അതുകൊണ്ട് മാത്രം ഞാൻ അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതായത് എന്നോട് പലരും ചോദിച്ചു, ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ഇവർക്ക് ഇതുപോലെ ഒരു ഹിന്ദു പാട്ട് പാടാൻ സാധിക്കുമോ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിൽ പോയി ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ച ചോദ്യം. അപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു കാര്യം, ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമാണ് കൂത്രപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വലിയൊരു പള്ളിയുണ്ട്, വലിയ റാസയൊക്കെ നടക്കുന്നൊരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ മതപാഠശാലയല്ല, അവരുടെ ഇതിലൊക്കെ കൊയറിലും ഒക്കെ അംഗമായിട്ടുള്ളൊരു പെങ്കൊച്ച്. ഞാൻ സംഗീതം പഠിക്കുന്ന സാറിൻ്റെ അടുത്ത് സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അരങ്ങേറണം. അപ്പോൾ അരങ്ങേറുമ്പോൾ ആ കുട്ടിയുടെ നിർബന്ധം, അതിൻ്റെ പള്ളിയിൽ അതിന് അരങ്ങേറണം. ഈ പഠിച്ച പാട്ടുകളൊന്നും ക്രിസ്തീയ ഭക്തി ഗാനങ്ങളല്ല. നിങ്ങൾക്കറിയാം, കച്ചേരി അരങ്ങേറ്റം നടത്തുമ്പോൾ പാടുന്ന പാട്ടുകളെല്ലാം ഹിന്ദു ഗാനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ നിർബന്ധം അതിന് പള്ളിയിൽ തന്നെ, അതിൻ്റെ പള്ളിയിൽ, ഇടവ പള്ളിയിൽ തന്നെ അരങ്ങേറണമെന്ന് അവർക്ക് നിർബന്ധം. അപ്പോൾ ആ കുട്ടി തന്നെ അതിൻ്റെ അച്ഛനോടും ഒക്കെ സംസാരിച്ച് ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ആ അച്ഛൻ സമ്മതിച്ചു. ആ അച്ഛൻ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്ന് കേൾക്കാൻ വേണ്ടിയിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് വാസ്തവം. പക്ഷേങ്കിൽ ഒരാൾ പോലും ഇതിവിടെ നടക്കത്തില്ലെന്നോ, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കുഴിമന്തി നോക്കിയിരിക്കുന്ന കണ്ണൻ, അതിനെയൊക്കെ ശക്തിയുക്തം എതിർത്ത ആൾ തന്നെയാണ് ഞാൻ. അതിനെയൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെ സ്നേഹിക്കുന്ന, നമുക്കറിയാവുന്ന, നമ്മളെ വിശ്വസിക്കുകയും നമ്മൾ തിരിച്ചു വിശ്വസിക്കുകയും ചെയ്ത കുറച്ച് അന്യമതസ്ഥരായ സഹോദരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അവരെ കൂടെയാണ് നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതെന്നാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അമ്പല കമ്മിറ്റി കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് ഞാൻ ഈ കമൻറ്റിനകത്ത് ഇടാം. അതും വായിച്ചിട്ട് മനസ്സിലാവാത്തവർ നേരിട്ട് ചെന്ന് എന്താണെന്ന് വെച്ചാൽ ചോദിക്കുക. അല്ലാതെ ഈ കമൻറ്റിനകത്തും അല്ലെങ്കിൽ ഹിന്ദുക്കളെ എല്ലാം അതായത് കുറേ ആൾക്കാർ ഇതൊന്ന് പൊളിയണമെന്ന് എങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു, അവർക്ക് കിട്ടിയ നല്ലൊരു ശതമാനം ആൾക്കാരും അത് നല്ല രീതിയിൽ, അതായത് അത് ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്ന പാർട്ടിക്കാർക്കാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇതിനെ ഏറ്റവും പെരുപ്പിക്കാമോ അത്രയും പെരുപ്പിക്കാനേ അവർ നോക്കുകയുള്ളൂ. അപ്പം കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ ആ വേമ്പിനുംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാർ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരെ നേരത്തെ നടത്തിയ ഒരു ഫെബ്രുവരി 2-ാം തീയതിയോ മറ്റോ നടത്തിയ ഒരു വിശദമായ, അവരുടെ ഇതേ അമ്പലത്തിൻ്റെ നടയിലിരുന്ന് ചെയ്യുന്ന ഒരു വിശദമായ ഇൻ്റർവ്യൂവിൻ്റെ ഒരു വീഡിയോ, അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം അവർ പറയുന്നുണ്ട്, അവർ സാമ്പ്രദായികമായിട്ടുള്ള ഭജന സംവിധാനത്തിൽ കൂടി തന്നെ വന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഒരാഴ്ച നിർത്താതിരുന്ന് പാടിയാലും തീരാത്ത അത്ര പാട്ടുകൾ അവരുടെ ലിസ്റ്റിലുണ്ട് താനും. അപ്പോൾ അവർ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടി പാടിയൊന്നുമല്ല. അവർ പഠിച്ച തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിലെ ടീച്ചേഴ്സും അവിടെ പഠിച്ച സഹപാഠികൾ ഉൾപ്പെടെ ആ അമ്പലത്തിലെ ഒരു പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട പൈസ മേടിക്കാതെ ചെയ്തൊരു ചടങ്ങാണത്. അത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലുമായിരുന്നില്ല, പള്ളിക്കാരോ മറ്റോ ആണ് അതിനുള്ള ഗ്രൗണ്ട് സജ്ജമാക്കി കൊടുത്തതെന്നൊക്കെ വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളും ഇവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഈ ഇൻ്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത് ആരുടെയൊക്കെയോ അജണ്ട, അത് ആരൊക്കെയോ കുറേ പേര് ഇതൊന്നും അറിയാത്തതിനെ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇതിനെക്കുറിച്ച് അങ്ങ് വിശദമായിട്ട് അങ്ങ് താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഹിന്ദുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയൊരു അജണ്ടയുമായിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ, അതിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ആൾക്കാർ ഇപ്പം നാട്ടിലെ പാർട്ടിക്കാർ മാത്രമാണ്. അവർക്കാണ് ഇതുകൊണ്ട് ഏറ്റവും പ്രയോജനം ഉണ്ടാകുക. എത്രയും ഭിന്നിപ്പിക്കാമോ അത്രയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ മുസ്ലിം പള്ളികളിൽ ഈ പറഞ്ഞ പോലെ കച്ചേരി ഒന്നും നടക്കാറില്ല. പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള മുസ്ലിം പള്ളിയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗാനമേള വെക്കുമ്പോൾ, ശരിയാണ്, ഗാനമേളയും ഭജനയും വ്യത്യാസമുണ്ട്. ഇതൊന്നും അറിയാത്ത ആളൊന്നും അല്ല ഞാൻ. എന്നെ ഈ ഭജന എന്താണെന്നോ ഗാനമേള എന്താണെന്നോ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 10-22 വർഷമായിട്ട് ഇവിടെ ഭജന സംഘത്തിലുള്ള ആളും അതിനകത്ത് പാടുന്ന ഒരാളുമാണ് ഞാൻ. അല്ല, ഇതൊന്നും അറിയാത്ത ആളൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം പൊക്കിക്കൊണ്ടുവന്നത് ഒരൊറ്റ നിമിഷം കൊണ്ട് പടക്ക പൊട്ടുന്നവരങ്ങോട്ട് പൊട്ടിക്കാണ്ട് ഇതേതാണ്ട് പ്രതീക്ഷിച്ച്, അതായത് നമ്മളെ അങ്ങോട്ട് പ്രതീക്ഷിച്ചിരുന്ന പോലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ഫുൾ സപ്പോർട്ട് ആണ്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. കാരണം ഇതാണ് എൻ്റെ ബോധ്യം ഇതിനെക്കുറിച്ച്. അത് വേറൊരാൾ വന്ന് എന്നെ ഉപദേശിച്ചാൽ അതെനിക്ക് മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. ഇത് കൃത്യമായ അജണ്ട ഉള്ളവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്നതും കുത്തിത്തിരിപ്പിക്കുന്നു വിചാരിക്കുന്നതും. കാരണം മിക്കവർക്കും സ്വന്തമായിട്ട് മുഖമോ രൂപമോ ഇല്ലാത്ത ആൾക്കാരുമുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശം ഇത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കഥ ഒരു പഴങ്കഥയല്ല, ഒരു അല്ലാത്ത കഥയൊന്നുമില്ല. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ, ഈ ഭജന പാടുന്ന ക്രിസ്ത്യൻസ് എത്രയുണ്ട്. ഞാൻ കൊയറിൽ പാടിയിട്ടുണ്ട്. എന്നെ ആരും പാടണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ തിരുക്കാട്ട് പഠിക്കുമ്പോൾ അവിടുത്തെ കൊയറിൽ ഞാനുണ്ടായിരുന്നു. എന്നോട് ആരും പാടണ്ടെന്ന് പറഞ്ഞില്ല. അവിടുത്തെ ഹിന്ദു ഭക്തി ഗാനങ്ങളൊക്കെ ആസ്വദിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊന്നും
നമ്മുടെ ആരുടെ അജണ്ട അല്ല, മറ്റാരുടെയോ അജണ്ട നമ്മളിലേക്ക് നമ്മുടെ തലയിലോട്ട് അടിച്ചു കയറ്റുന്നതാണെന്ന് അത്യാവശ്യം വിവരമുള്ള കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുക. ഓരോരുത്തരും ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ എല്ലാ ഹിന്ദുവും ക്രിസ്ത്യൻ മുസ്ലിം ഏത് മതജാതിയും ആയിക്കോട്ടെ, അവിടെ എല്ലാം നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉണ്ട്. അല്ല, എല്ലാവരും ഹിന്ദുക്കളെല്ലാം നല്ലതാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ എല്ലാം അങ്ങനെ തന്നെയാണ്. അതെല്ലാം പുഴുക്കുത്തുകളുണ്ട്. പുഴുക്കുത്തുകളില്ലാത്ത ഒരു മനുഷ്യനും ഇല്ലാത്ത മനുഷ്യനാണെങ്കിൽ എല്ലാ ഇതിലും വിഭാഗത്തിലും പെട്ട ഒരു പുഴുക്കുത്തുകളുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെറുതെ തമ്മിലടിച്ച് കളയരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇനി ആ അമ്പലക്കമ്മിറ്റിക്കാരുടെ അവരുടെ വിശദീകരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തത്. പക്ഷേ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും അങ്ങോട്ട് തുടങ്ങരുത്.